യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചത് ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം, നമ്മുടെ ദൈവം വിശ്വസ്തൻ. ഈ ലോകത്തില് ഇല്ലാത്ത ഒരു വിഷയമാണ് വിശ്വസ്തത. നമ്മുടെ ദൈവം വിശ്വസ്തൻ. ഏതെല്ലാം വിഷയങ്ങളാണ് നമുക്ക് ദൈവം വിശ്വസ്തത കാണിക്കുന്നതെന്ന് വചനത്തിലൂടെ നമുക്ക് നോക്കാം. ദൈവം വിശ്വസ്തനായിരിക്കുന്ന പോലെ നമ്മളും വിശ്വസ്തരായിരിക്കണം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. ദൈവം നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവമാണ്. അവന് പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടിവിച്ച് അവൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമാണ്. നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചാൽ അവൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിക്കും. ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചാൽ അവൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിപ്പാൻ അവൻ വിശ്വസ്തനാണ്. പ്രിയ മക്കളെ, വിശ്വാസമാണ് ഏറ്റവും വലുത്. നമ്മൾ വിശ്വസിക്കണം. ദൈവം വിശ്വസ്തനാണ്. അതുപോലെ തന്നെ 2 തെസ്സലോനി 3:3 കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമ്മൾ ഒരു ആത്മീയ യുദ്ധത്തിന് വേണ്ടി കടക്കുകയാണ്. നമ്മളോട് പോരാടുന്ന ഒരു ദുഷ്ടനുണ്ട്, അവനാണ് സാത്താൻ നമ്മളെ താഴെ വീഴിക്കണം, ഇവനെ ആത്മീയമാക്കി എങ്ങനെയെങ്കിലും താഴെ ഇടണം. അതാണ് സാത്താന്റെ ആഗ്രഹവും ചിന്തയും. അവൻ നമ്മളെ ദൈവത്തിൽ നിന്നും ദൂരം ചെയ്ത് നരകത്തിൽ കൊണ്ടുപോകണം. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ഒക്കത്തില്ല, ഇവരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് പോകണം എന്നൊരു ചിന്തയാണ് സാത്താനുള്ളത്. അതിനുവേണ്ടി സാത്താൻ അതിശക്തിയോടെ പോരാടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും വചനപ്രകാരം ജീവിക്കുകയും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മളെ വിശ്വസിച്ച് രക്ഷിപ്പാൻ വിശ്വസ്തനാണ്. ദൈവം നമ്മളെ സാത്താന്റെ കയ്യിൽ നിന്നും വിടുവിച്ച് രക്ഷിപ്പാൻ വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുകയും വചനപ്രകാരം ജീവിക്കുകയും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ ചെയ്താൽ സാത്താന്റെ കയ്യിൽ നിന്ന് നമ്മളെ ദൈവം വിടുവിച്ച് രക്ഷിപ്പാൻ വിശ്വസ്തനാണ്. എബ്രായർ 10-ാം അധ്യായം 23-ാമത്തെ വാക്യം. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. നമ്മുടെ ദൈവം എന്തെല്ലാം വാഗ്ദാനങ്ങൾ നമുക്ക് ചെയ്തിരിക്കുന്നു. നമ്മുടെ ദൈവം ഏതെല്ലാം നല്ല നല്ല വാഗ്ദാനങ്ങളാണ് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ വിശ്വസിക്കണം. നമ്മളെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവവുമല്ല നമ്മുടെ ദൈവം. അതുപോലെ തന്നെ പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങളെ ഒരിക്കലും മറക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അനേക നല്ല നല്ല വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ദൈവം. ആ വാഗ്ദാനത്തെ എല്ലാം നമ്മൾ മുറുകെ പിടിക്കണം, വിശ്വസിക്കണം. വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വിശ്വസ്തനാണ്. 1 തെസ്സലോനി 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവനത് നിവർത്തിക്കും. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവം നമ്മുടെ ജീവിത യാത്രയിൽ വെളിച്ചത്തിൽ നമ്മളെ നടത്തുവാൻ മതിയായവനാണ്. ഏത് ശോധനയിലും കഷ്ടങ്ങളിലും നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് നമ്മൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മളെ വഴി നടത്തും. നമ്മൾ വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കണം. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്.
നമ്മളെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുമോ? ഒരിക്കലും മറക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. മറക്കാതിരിക്കണമെന്ന് വരികിൽ നീ ആരായിരിക്കണമെന്നോ? നീ ദൈവത്തിൻ്റെ ശിഷ്യളായിരിക്കണം. ദൈവത്തിൻ്റെ ഒരു മാനപാത്രമായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. വിശ്വസ്തയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവം നിന്നെ സാത്താൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു വാക്യം നോക്കാം. സങ്കീർത്തനം 89:33. എങ്കിലും എൻ്റെ ദയയെ ഞാൻ അവങ്കൽ നിന്ന് നീക്കിക്കളകയില്ല, എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല. ദൈവം നമ്മളോട് ദയുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മളോട് ദയുള്ള ദൈവമാണ്. തൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവുമില്ല. നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ അത്ഭുതകരമായി വഴി നടത്തും. നമ്മൾ എങ്ങനെ വിശ്വസ്തനായിരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 10-13 വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷയോടുകൂടെ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാ ജനങ്ങൾക്കും കഷ്ടങ്ങളും മനപ്രയാസങ്ങളും രോഗങ്ങളും വരും. എന്നാൽ സഹിക്കാൻ വയ്യാത്ത കഷ്ടം നമുക്ക് തരത്തില്ല. അഥവാ തന്നാലും ദൈവം അതിന് ഒരു നീക്കുപോക്ക് കണ്ടെത്തി നമ്മളെ അതിൽ നിന്നൊക്കെയും രക്ഷിപ്പാനും വിടുവിപ്പാനും ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. എന്ത് വന്നാലും അതിന് പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതിന് ഒരു മാറ്റവുമില്ല. പോക്കുവഴി ഉണ്ടാക്കും. നമ്മുടെ ദൈവത്തിന് അതിന് ഒരു മാറ്റവുമില്ല. അനേക ദൈവമക്കൾക്ക് ശോധന വന്നു, കഷ്ടങ്ങൾ വന്നു, അതിൽ നിന്ന് ദൈവം വിടുവിച്ചു. അനേക ഉദാഹരണങ്ങൾ നമ്മുടെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ലാസറും മറിയയും മാർത്തയും. ലാസർ ദീനമായി കിടന്നപ്പോൾ യേശുവിനെ പോയി ആൾക്കാർ വിളിച്ചു. നിന്റെ ദാസൻ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം യേശു ക്രിസ്തു അത് കൂട്ടാക്കാൻ പോയില്ല. അതെന്തിനാ കൂട്ടാക്കാഞ്ഞത്? ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി. ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. മരിച്ച ഡെബൻമാടി 4-ാമത്തെ ദിവസമാണ് യേശു അവിടെ ചെല്ലുന്നത്. യേശു അവിടെ ചെല്ലുമ്പോൾ മാർത്ത ഓടി വന്നു. ഉടനെ മറിയ എവിടെയെന്ന് ചോദിച്ചോണ്ടേ അവിടെ ഉണ്ട്. മറിയോട് ഓടിപ്പോയി മാർത്ത പറയുന്നു യേശു വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും വന്ന് യേശുവിനെ അവനെ വെച്ചത് എവിടെന്ന് ചോദിച്ചപ്പോൾ അതാ അവിടെ എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി കാണിച്ചു. അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞു ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞു. കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. ദൈവത്തിന് കല്ലുരുട്ടി മാറാൻ പറഞ്ഞ മാറിയന് നീ ചെയ്യണം. കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. കല്ലുരുട്ടി മാറ്റിക്കഴിഞ്ഞ് ലാസറേ പുറത്തു വാന്ന് പറഞ്ഞു. ഉടനെ നാറ്റം വെച്ച അവസ്ഥയിൽ ആ സൗണ്ടിന്റെ ആ സ്വരത്തിന്റെ ശക്തി എത്രമാത്രം വലുതെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ലാസറേ പുറത്തു വാന്ന് പറഞ്ഞ ഉടനെ വെളുത്ത തുണിയല്ലി ചുറ്റി കിടത്തിയിരിക്കുകയാണ്. അങ്ങനെ മെല്ലേക്ക് വന്ന ഉടനെ അവൻ്റെ റൂമാലുകളെല്ലാം അഴിച്ചു മാറ്റാൻ പറഞ്ഞു. അഴിച്ചു മാറ്റി. ആ യജമാർക്ക് എത്ര സന്തോഷം വന്നു കാണുമല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ ദൈവത്തെ കഴിയാത്ത ഒന്നുമില്ല. പക്ഷെ നമുക്ക് വിശ്വാസമില്ല. നമ്മൾ വിശ്വസ്തരല്ല. നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്തിലൊന്നും നടക്കാത്തത്. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. എല്ലാത്തിനും ശക്തവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അവനെ എപ്പോഴും പാടുകയും പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു അന്യോന്യത ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും സാധിക്കും. ദൈവം ചെയ്യുന്ന എല്ലാ കാര്യവും നമ്മൾ ചെയ്യും. ദൈവം നമ്മളോട് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്.
നമ്മളത് വെറുതെ വായിച്ചുകൊണ്ട് കാര്യമായില്ല. നമ്മുടെ ജീവിതത്തിൽ അത് നടക്കണം. ദൈവം എങ്ങനെ വിശ്വസ്തനായിരിക്കണം അതുപോലെ നമ്മളും വിശ്വസ്തരായിരിക്കണം. സങ്കീർത്തനം 31:23 വാക്യം, യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു, അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്നാണ്. നിങ്ങൾ ഏത് ജോലിയിലായാലും, നീ പാസ്റ്റർ ആയിരിക്കാം, നീ അച്ഛനായിരിക്കാം, നീ ബിഷപ്പായിരിക്കാം, നീ ഡോക്ടറായിരിക്കാം, നീ നേഴ്സായിരിക്കാം, നീ ടീച്ചറായിരിക്കാം, നീ ആരായിക്കോട്ടെ, വിശ്വസ്തയോടെ നിന്നെ ഏൽപ്പിക്കുന്ന ജോലി നീ വിശ്വസ്തയോടെ ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. നീ വിശ്വസ്തത, ഏത് ജോലി ആയാലും, ആരായിക്കോട്ടെ, ഏത് വ്യക്തി ആയാലും, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വസ്തന്മാരെ ദൈവം കാക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഈ വചനത്തിൽ വായിച്ചത് വിശ്വസ്തന്മാരെ ദൈവം കാക്കുന്നു. അതേസമയം ദൈവത്തിന് ഇഷ്ടമില്ലാതെ അവിശ്വസ്തത കാണിച്ച് നടക്കുന്നവരെ ദൈവം കാക്കുന്നുണ്ടോ? ഒരിക്കലും കാക്കത്തില്ല. സദൃശവാക്യങ്ങൾ 28 വാക്യം, വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ. അനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണം. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അയ്യോ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജോലിയെ അനുഗ്രഹിക്കണമേ എന്നെല്ലാം നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ആർക്കും വിശ്വസ്തരായി ജീവിക്കാൻ ഇഷ്ടമില്ല. എന്നാൽ ദൈവം ഏൽപ്പിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്യുവാൻ പലർക്കും സാധിക്കുന്നില്ല. നമ്മൾ വിശ്വസ്തർ ആകണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും വിശ്വസ്തരായിരിക്കണമെന്ന്. അതായത് ദാനിയേലിൽ എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ കണ്ടുപിടിക്കാനായിട്ട് അവൻ്റെ കൂടെ ജോലി ചെയ്തവരെല്ലാം വളരെ ശ്രമിച്ചു നോക്കി. അവനിലൊരു കുറ്റം കണ്ടുപിടിക്കാൻ ആരെക്കൊണ്ട് സാധിച്ചില്ല. ഒടുവിൽ അവരെ എന്താ തീരുമാനിച്ചെന്നറിയാമോ? രാജാവിനോട് 30 ദിവസം എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാത്തവരെ സിംഹത്തിൻ്റെ കൂട്ടിൽ ഇട്ട് കളയണം. തീരുമാനം എല്ലാവർക്കും എഴുതി ഒപ്പുവിട്ട് എല്ലാവർക്കും ലെറ്ററുകളും അയച്ചു, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, ദാനിയേൽ ഒരു കാരണവശാലും രാജാവിനോട് പ്രാർത്ഥിക്കത്തില്ല. എൻ്റെ കർത്താവായ ദൈവത്തോട് അവൻ 3 ആവർത്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അവൻ പ്രാർത്ഥിക്കത്തില്ല എന്നുള്ള അവർക്കറിയാം. അതിനുവേണ്ടിയാണ് അവരെല്ലാവരും ചേർന്ന് ഇങ്ങനൊരു നിയമനം വെച്ചത്. ദാനിയേൽ ഒരു കുറ്റമോ തെറ്റോ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാഞ്ഞിട്ടാണ് ഈ പടി കണ്ടുപിടിച്ചത്. അങ്ങനെ ഓരോ ദിവസവും എല്ലാവരും ചെക്ക് ചെയ്യുന്നുണ്ട്, രാജാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദാനിയേൽ പ്രാർത്ഥിച്ചില്ല. ദാനിയേൽ നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ മുൻപാകെ മുട്ടുകുത്തി ഇസ്രായേലിലേക്ക് വാതിലും തുറന്നിട്ട് അവൻ 2 കൈകളും ഉയർത്തി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. രാജാവിനോട് പോയി പറഞ്ഞു, രാജാവ് കൊണ്ടുവന്ന വ്യക്തി ദാനിയേൽ ഉണ്ടല്ലോ, അവൻ രാജാവിനോട് പ്രാർത്ഥിക്കുന്നില്ല. രാജാവ് എല്ലാവരും പറഞ്ഞു, രാജാവിൻ്റെ കൽപ്പന ലംഘിക്കാൻ പാടില്ല, അവനെ സിംഹത്തിൻ്റെ കൂട്ടിലിടണമെന്ന് പറഞ്ഞു. സിംഹത്തിൻ്റെ കൂട്ടിലിടണമെന്ന് പറഞ്ഞപ്പോൾ രാജാവിന് ഭയങ്കര ദുഃഖമായി. എന്നു ചോദിച്ചാൽ അവൻ നല്ല വിശ്വസ്തനായ ജോലിക്കാരനാണ്, അവനിൽ യാതൊരു തെറ്റും കുറ്റവും ഇല്ല എന്ന് രാജാവിന് അറിയാം. ഇല്ല, ആൾക്കാർ സമ്മതിക്കത്തില്ല. അങ്ങനെ ദാനിയേലിനെ സിംഹത്തിൻ്റെ കൂട്ടിൽ കൈയും കാലും കെട്ടി അവിടേക്കിട്ടു. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നീ പ്രാർത്ഥിക്കുകയും വിശ്വസ്തയോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു മകളും മകനും ആണെങ്കിൽ നിന്നെ സിംഹത്തിൻ്റെ കൂട്ടിലിട്ടാലും നിന്നെ ഒന്നും ചെയ്യത്തില്ല, കരടിയുടെ കൂട്ടിലിട്ടാലും നിന്നെ ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവനെ കൂട്ടിലിട്ടു. അവൻ ആ സിംഹത്തിൻ്റെ മധ്യത്തിൽ കൂടെ നടന്ന് ആ സിംഹത്തെ എല്ലാം തലോടി രാത്രിയിൽ ആ സിംഹത്തിൻ്റെ കൂടെ സുഖമായിട്ട് കിടന്നുറങ്ങി, നല്ല മെത്തപ്പുറത്ത് കിടന്നുറങ്ങുന്ന പോലെ. സിംഹത്തിൻ്റെ വായ ആരടച്ചു? നമ്മുടെ ദൈവം അടച്ചു കളഞ്ഞു. അവൻ വിശ്വസ്തരായതുകൊണ്ടല്ലേ. നിങ്ങൾ വിശ്വസ്തരായി ഒന്ന് ജീവിച്ചു നോക്കിക്കേ, ദൈവം നിങ്ങളെ എങ്ങനെ അനുഗ്രഹിക്കുമെന്ന്.
അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെളിപ്പാട് 2-ാം അധ്യായം 10-ാം വാക്യം, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ഇത് ദൈവാത്മാവ് സഭയോട് പറയുന്ന ദൂതാണ്. സഭയോട് പറയുന്ന ദൂതാണ്. ദൈവമക്കളോട് പോരാടി അനേക കഷ്ടങ്ങളും ശോധനകളും പരീക്ഷകളും കൊണ്ടുവരും. എന്നാൽ നമ്മൾ ആ കഷ്ടങ്ങളിൽ പോരാടി ജയിക്കണം. നമ്മുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ വരും. നമ്മൾ പോരാടി ജയിക്കണം. എങ്ങനെ പോരാടി ജയിക്കുന്നത്? പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മൾ എന്താ കഷ്ടം വന്നാലും പ്രാർത്ഥന വിടരുത്, പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളും കടഭാരങ്ങളും അനേക ശോധനകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ അതിൽ നിന്നെല്ലാം പ്രാർത്ഥിച്ച് ജയിക്കണം. പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ നമുക്ക് ജയിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ വചനം നമ്മളിലും, നമ്മൾ ആരിലും വസിക്കണം? ദൈവത്തിലും വസിക്കണം. നമ്മൾ ദൈവത്തിലും വസിക്കണം, വചനം നമ്മളിലും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾക്ക് ആ വചനത്തെ പിടിച്ച് പ്രാർത്ഥിക്കുകയും ആ വചനം നമ്മുടെ വായിൽ എപ്പോഴും ഉരുവിട്ട് ജീവിക്കുകയും നടക്കുകയും ചെയ്താൽ നമുക്ക് ഒരു കാരണവശാലും ഒരു കഷ്ടവും വരത്തില്ല. എന്താ കഷ്ടം വന്നാലും അതിൽ നിന്നൊക്കെയും നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ നമ്മൾ ആ കഷ്ടങ്ങളിൽ പോരാടി ജയിക്കണം. ഈ വാക്യത്തിൽ പറയുന്നു, മരണപര്യന്തം പോരാടി ജയിച്ച് നമ്മൾ വിശ്വസ്തരായിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ജീവകിരീടം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ ജീവകിരീടത്തിന് വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നതും ഓടുന്നതും അധ്വാനിക്കുന്നതും എല്ലാം. എൻ്റെ ദൈവത്തിൻ്റെ കൂടെ പോകണം, എൻ്റെ ദൈവസന്നിധിയിൽ ചേരണം, അവൻ്റെ മകനായി മകളായി ഞാൻ ജീവിക്കണം. എൻ്റെ ദൈവം ഏത് സമയത്ത് വന്നാലും അവനോടുകൂടെ പോകാൻ നമ്മൾ റെഡിയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും മക്കളെ, വരും. അതിൽ നിന്നൊക്കെയും നമ്മൾ ജയിക്കണം. നമ്മൾ ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഇന്നലെ ഇവിടെ നടന്ന ഒരു സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ഒരു പെൺകുട്ടിയെ കൊണ്ട് 4 ആമ്പിള്ളാരും, ഒന്ന് അവിടെ ഭർത്താവാണ്, പിന്നെ ഒരുത്തൻ അവൻ്റെ അനിയനാണ്, പിന്നെ പെങ്ങണ മോനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു 4 പേര് കൂടി ആ പെൺകുട്ടിയെ കൊണ്ട് വന്നു. ആ പെൺകുട്ടിക്ക് ഇരിക്കാൻ മേല, വയറ്റുവേദന എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ മേല. 1 മാസമായി വയറ്റുവേദന തുടങ്ങിയിട്ട് എല്ലാ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയിട്ടും സ്കാനിങ് ചെയ്ത് നോക്കി, എക്സ്റേ എടുത്ത് നോക്കി, എല്ലാം എടുത്ത് നോക്കിയിട്ടും ആ പെണ്ണിന് യാതൊരു രോഗവുമില്ലെന്നാണ് പറയുന്നത്. യാതൊരു രോഗവും. എനിക്ക് അന്നേരം അറിയാം, ഇവളെ കണ്ടാലും മെലിഞ്ഞ് 2 പിള്ളേരുടെ അമ്മയാന്നാണ് പറയുന്നത്. എത്ര വയസ്സുണ്ടെന്നറിയോ? 22 വയസ്സ്. ചെറുക്കൻ എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചപ്പോൾ 25 വയസ്സെന്ന് പറയുന്നു. ഇന്നലെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ അവരോടെല്ലാം ഞാൻ വർത്താനമെല്ലാം പറഞ്ഞു, യേശുവിനെ കുറിച്ചെല്ലാം അവരോട് പറഞ്ഞു. ഇപ്പം യേശു ജീവിക്കുന്ന ദൈവമാണോ ഇല്ലയോ എന്ന് നിങ്ങളിപ്പോൾ കണ്ണാലെ കണ്ടിട്ട്, നിങ്ങൾ കണ്ണാലെ ഇപ്പം കാണും. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുമോ, കണ്ടാൽ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഉടനെ നേരോ കളവോ എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞു വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ പെൺകുട്ടിയോട് മുട്ടടിക്കാൻ പറഞ്ഞു, എൻ്റെ കണ്ണി നോക്കാൻ പറഞ്ഞു. ഓയ്യോ, കണ്ണി നോക്കാൻ പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് കാറാൻ തുടങ്ങി. കാറിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറിച്ച. അപ്പോഴത്തേക്ക് അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഓരോരുത്തർ ഓടി വന്ന് എന്നാന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയത്തില്ല, ഈ പെണ്ണിന് വയറ്റുവേദനയാണെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാ, ഇപ്പം നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു. എല്ലാവരും അവിടെ നോക്കി നിന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ സാത്താൻ പോകത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കാർച്ച പിന്നെ അങ്ങ് കൂടി. പ്രാർത്ഥന ഇടയ്ക്ക് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്തി കൈ 2 കൂപ്പി പിടിക്കാൻ പറഞ്ഞു. കൂപ്പി പിടിച്ചു. ഞാൻ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ നീ കൈ മുകളിലോട്ട് പൊക്കി 2 കൈയും കൂപ്പി പിടിച്ച് ഈ നിലത്ത് നീ 3 പ്രാവശ്യം അടിച്ച് ഞാൻ ഇവളെ വിട്ടു പൊക്കോളാം, ഇവിടെ വയറ്റുവേദന എടുത്തോണ്ട് പൊക്കോളാവെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥന വിട്ടില്ല. ശരിയായിട്ട് പ്രാർത്ഥിച്ചു. അവള് മുട്ട നിന്നു 2 കൈയും കൂപ്പി പിടിച്ച്
2 കൈയും നിലത്തടിച്ച് ഞാൻ പൊക്കോളാമേ എന്ന് വിളിച്ചു പറഞ്ഞ് 5 മിനിറ്റ് അവിടെ കിടന്നു. ഞാൻ കൈ കാണിച്ചു, എഴുന്നേറ്റ് വാ എന്നുള്ള ഇതിൽ ഞാൻ കൈ കാണിച്ചു. ഉടനെ അവൾ എഴുന്നേറ്റിരുന്നു. വയറ്റുവേദന പോയെന്ന് നോക്കാൻ പറഞ്ഞു. വയറ്റുവേദന പോയെന്ന് പറഞ്ഞു. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. വെള്ളം എടുത്തുകൊണ്ട് വന്നു. ഞാൻ പ്രാർത്ഥിച്ച് ആ വെള്ളം കുടിക്കാൻ കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പോയി ഛർദ്ദിച്ചോളാൻ പറഞ്ഞു. നിൻ്റെ വയറ്റിൽ കൈവശമുണ്ട്, ആ കൈവശം ഇപ്പം ഛർദ്ദിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പോയി ഒരു 2-3 നിർത്തി ഛർദ്ദിച്ച് ആ കൈവശം വെളിയിൽ പോയി. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? ദൈവസന്നിധിയിൽ ഇത് ചുമ്മാതൊന്നും വരുന്നതല്ല. ചുമ്മാതൊന്നും ആർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മുടെ കേരളത്തിലെ ചില പാസ്റ്റർമാർ പറയും ഇത് വെറുതെ അങ്ങനെയാ ഇങ്ങനെയാണ്. ഇല്ല, എൻ്റെ ജീവിതത്തിൽ ഞാനും നേരത്തെയൊക്കെ അങ്ങനെ പറയുമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്നിൽ കൂടെ അത് ദൈവം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാനൊരു പെണ്ണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചെയ്യുന്ന ഒരുത്തൻ എൻ്റെ ഹൃദയത്തിലുണ്ട്. അവനാണ് എൻ്റെ യേശു. അവനെൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ വലത്ത് ഭാഗത്ത് നിൽപ്പുണ്ട്. ആ രോഗിക്ക് വേണ്ടി ഏത് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവത്തിന് വേണ്ടി അവരെ ദൈവം തൊടും, അവർ സൗഖ്യമാകും. ചില ആൾക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, അവരെല്ലാം സൗഖ്യമായി ഇന്നലെ കടന്നുപോയി. ഇനി അവർ വരുമോ ഇല്ലയോ എനിക്കറിയത്തില്ല, ദൈവത്തിന് വിട്ടിരിക്കുന്നു. ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നേ, ഞാൻ നിത്യജീവന് വേണ്ടി ആരെ വിളിച്ചിരിക്കുന്നോ അവരെ ഞാൻ വിളിച്ചു വേർതിരിക്കും. നീ കരയണ്ട, നീ ചെയ്യേണ്ട ജോലി നീ ചെയ്തു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ പിന്നെ എന്തിനു ഭയപ്പെടണം? ഞാൻ എന്തിനു കരയണം? ദൈവത്തിന് വേണ്ടി വരെ ദൈവം തിരഞ്ഞെടുക്കട്ടെ എന്നുള്ള ഇതോടെ ഞാൻ ഇരിക്കും. നിങ്ങൾക്ക് ഈ വാക്യങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തുണ്ടെങ്കിലും നിങ്ങൾ മുട്ടുകുത്താൻ പറ്റുന്ന ഒരു മുട്ടുകുത്തുക. നിങ്ങളുടെ വേദനയുള്ള ഭാഗത്തൊരു കരം വയ്ക്കുക, ഒരു കരം മേളിലോട്ട് ഉയർത്തുക. ദൈവം നിങ്ങളെ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് തൊടും. നിങ്ങൾക്ക് വെള്ളമോ എണ്ണയോ എടുത്ത് അടുത്ത് വെക്കാൻ പറ്റുന്നവരെ വെള്ളവും എണ്ണയും എടുത്ത് അടുത്ത് വെക്കുക. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു തരാം. നിങ്ങൾക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും യേശുവിൻ രക്തം പറഞ്ഞ് ആ വെള്ളം ഉപയോഗിക്കുക, വെള്ളം കുടിക്കുക. ആ എണ്ണ നിങ്ങളുടെ തലയിൽ പുരട്ടുകയോ വേദനയുള്ള ഭാഗത്ത് പുരട്ടുകയോ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്നൻ നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാർത്ത് വാരിക്കുന്ന മക്കളുമായിട്ട് നിന്റെ അടുത്ത് വരുന്നപ്പ നീ അനുഗ്രഹിക്കണമേ, നിന്റെ കൃപയാൽ നിറയ്ക്കണമേ കർത്താവേ. നീ വിശ്വസ്തനായിരിക്കുന്നത് പോലെ ഞങ്ങൾ ഓരോരുത്തരും വിശ്വസ്തരായി ജീവിക്കുന്ന മക്കളാക്കി തീർക്കണമേ കർത്താവേ. ഞങ്ങളെ നീ കൈവിടല്ലപ്പ. കോഴിയൻ കുഞ്ഞുങ്ങളെ ചെറുകയിൽ കാത്തു സൂക്ഷിക്കുന്ന പോലെ നീ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ കർത്താവേ. നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ തീ ഞങ്ങളുടെ മേലെ ഇറക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഞങ്ങളുടെ മേലെ അടിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ മഴ ഞങ്ങളുടെ മേലെ പെയ്യണമേ അപ്പ കർത്താവേ. നീ പാദോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല കർത്താവേ. നീന്തിയാൽ തുടിക്കുന്ന പോലെ നീന്തി തുടിച്ച അനുഭവം ഞങ്ങൾക്ക് തരണമേ അപ്പ കർത്താവേ. ആ പരിശുദ്ധാത്മാവിന്റെ തീയില്ലാതെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ കർത്താവേ ഭൂതങ്ങളെ വിടിവിക്കുവാനോ സാധ്യമല്ലല്ലപ്പ. ദൈവമേ നീ പ്രവർത്തിക്കണമേ കർത്താവേ. എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. രോഗത്താൽ കഷ്ടപ്പെടുന്നവരെ ഇപ്പോൾ തന്നെ നീ തൊടണമേ. കാൻസർ രോഗത്താലെ, പരാലിസിസ് രോഗത്താലെ, ട്യൂമർ രോഗത്താലെ, ഹാർട്ട് പേഷ്യൻ്റ് ആകി കർത്താവെ, പൈൽസ് രോഗത്താലെ, ഏതെല്ലാം രോഗങ്ങളാൽ ദൈവമേ നിന്റെ മുമ്പിൽ വരുന്നവരെ നിനക്കറിയാവപ്പ കർത്താവെ. അവരെ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മനെ തൊടണമേ. ഈ നിമിഷമേ തൊടണമേ, ഈ നിമിഷമേ തൊടണമേ കർത്താവെ. മാറാത്ത തലവേദന, വയറ്റുവേദന, പുറത്ത് വേദന, മുട്ടുവേദന, എല്ലാ
എല്ലാ വേദനകളെ ഇപ്പോൾ തന്നെ തൊടണമേ. ഞങ്ങളുടെ നോവുകളെ, ഞങ്ങളുടെ പാപങ്ങളെ, ഞങ്ങളുടെ ശാപങ്ങളെ നിന്റെ ശരീരത്തിൽ വഹിച്ചല്ലപ്പാ. നിന്റെ അടിപ്പടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പാ. നിന്റെ അടിപ്പടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പാ. കർത്താവേ, നീ സൗഖ്യത്തെ അയക്കണമേ. ഇപ്പോൾ തന്നെ നീ അയക്കണമേ. പരിശുദ്ധാത്മനെ നീ തൊടണമേ. പരിശുദ്ധാത്മനെ നീ തൊടണമേ കർത്താവേ. വീട് പണി പൂർത്തിയാകാത്തവരുടെ വീട് പണി പൂർത്തിയാക്കി കൊടുക്കണമേ കർത്താവേ. അപ്പാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ കർത്താവേ. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടത്തി കൊടുക്കണമേ കർത്താവേ. എത്രയോ വയസ്സ് 30, 35, 40 വയസ്സായവർ നിൽക്കുന്നല്ലപ്പാ. തള്ളയോടും അമ്മയോടും അപ്പനോടും വഴക്കും മല്ലുമായിട്ട് കഴിയുന്നല്ലപ്പാ. ദൈവമേ, അവരെന്ത് ചെയ്യുവാനാണ് കർത്താവേ? നീ അവിടുന്ന് പ്രവർത്തിക്കണമേ അപ്പാ. നീ പ്രവർത്തിച്ചല്ലാതെ കർത്താവേ ഒന്നും നടക്കത്തില്ലപ്പാ. കർത്താവേ, നിനക്ക് സ്തോത്രപ്പാ. നീ പ്രവർത്തിക്കണമേ അപ്പച്ച. അതുപോലെ കർത്താവേ, എല്ലാ പാസ്റ്റർമാരെ, അച്ഛന്മാരെ, ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ. സുവിശേഷം 5 വൻകരയിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. ക്രിസ്തവിരോധികളുടെ ഹൃദയത്തോട് നീ ഇടപെടണമേ അപ്പാ. ക്രിസ്തവിരോധികളുടെ ഹൃദയത്തോട് നീ ഇടപെടണമേ. അവർ സത്യദൈവത്തെ കാണുവാനും ജീവിക്കുന്ന ദൈവത്തെ കാണുവാൻ നീ ഇടയാക്കണമേ അപ്പാ. കർത്താവേ, നിത്യ നരകത്തിൽ പോകുവാൻ നീ വിടല്ലപ്പാ. കർത്താവേ, നിനക്ക് സ്തോത്രപ്പാ. സാത്താൻ ഓടാടി നടക്കുകയാണപ്പാ. ഗർജിക്കുന്ന സിമന്തോപാതയിൽ ഓടി നടക്കുന്നല്ലപ്പാ. കർത്താവെ, വാക്യത്തെ പിടിച്ച് പ്രാർത്ഥിക്കുന്നവരാക്കി പ്രതിയൊബ്രനെ നീ ഇടയാക്കണമേ അപ്പാ. വാക്യം ഞങ്ങളുടെ കാലിനും ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണമേ. വാക്യം വായിക്കുന്നവര്, കർത്താവെ, കേൾക്കുന്നവര്, അതിനനുസരിച്ച് ജീവിക്കുന്നവര് ഭാഗ്യവന്തരാണല്ലപ്പാ. ആ ഭാഗ്യവന്തരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഇന്ന് എടുക്കപ്പെടണമേ അപ്പാ. ആ ജീവകിരീടം കരസ്ഥമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമേ അപ്പാ. നീ കൈവിടല്ലപ്പാ. ഒരിക്കലും നശിച്ചുപോവാൻ നീ സമ്മതിക്കല്ലപ്പാ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ. കർത്താവെ, എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. ആരും നശിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ. നിനക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളാക്കി തീർക്കണമേ. നിന്റെ പാദപിടുത്തങ്ങൾ താണിരിക്കുന്ന മക്കളും താഴ്ത്തി ഏൽപ്പിക്കുന്ന മക്കളുമാക്കി തീർക്കണമേ അപ്പാ. കൈവിടല്ലപ്പാ. കർത്താവേ, കൈവിടല്ലപ്പാ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കൈവിടല്ലപ്പാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്നും സാത്താനോട് പോരാട്ടമാണ്. ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ശക്തിയായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് ഫോൺ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.